നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാടിനെ വിറപ്പിച്ച മാനന്തവാടിയിലെ കാട്ടാനയെ ദൗത്യസംഘം ഇപ്പോൾ മയക്കുവെടി വെച്ചിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വലിയ തോതിലുള്ള ഭീതി തന്നെയാണ് ഈ മേഖലയിൽ സൃഷ്ടിച്ചത്. വാഴത്തോട്ടത്തിന് പുറത്തിറങ്ങിയതോടെയാണ് സംഘം കാട്ടാനയ്ക്ക് നേരെ മയക്കുവെടി ഉതിർത്തത്. കഴിഞ്ഞ 2 മണിക്കൂറിലധികമായി ആനയെ മയക്കുവെടി വെച്ച് തളയ്ക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു നിലവിൽ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ. കാട്ടാനയെ മയക്കുവെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ ഉത്തരവ് പ്രകാരമാണ് ഈ സംഘം മാനന്തവാടിയിലെത്തിയതും തൊട്ടു പിന്നാലെ കാട്ടാനയെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. വാഴത്തോട്ടത്തിൽ നിലയുറപ്പിച്ച കർണാടകയിൽ നിന്നുള്ള തണ്ണീർ എന്ന പേരുള്ള കൊമ്പൻ്റെ പിൻഭാഗത്ത് ഇടതുവശത്തായിട്ടാണ്, ഇടതുകാലിന് മുകളിലായിട്ടാണ് വെടിയേറ്റിരിക്കുന്നത്. ശേഷം കുറേ നേരം ഒരു മരത്തിനടുത്തായി നിൽക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണുവാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു. വാഹനത്തിൽ കയറ്റാൻ വാഴത്തോട്ടത്തിൽ നിന്നും പുറത്തേക്ക് 100 മീറ്ററോളം ദൂരം ഈ ആനയെ ഒരുപക്ഷെ നടത്തേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ല എങ്കിൽ അവിടം നികത്തി വാഹനം അങ്ങോട്ടേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകും. ആനയെ വാഴത്തോട്ടത്തിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം തന്നെയാണ് നിലവിൽ നടത്തുന്നത്. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്ന് കരുതുന്നു. കുങ്കി ആനകളെ ഉപയോഗിച്ചുകൊണ്ട് കാട്ടിലേക്ക് തുരത്താനായി ശ്രമിക്കുമെന്നും അത് കഴിഞ്ഞില്ല എങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടി കർണാടക വനം വകുപ്പിൻ്റെ സാന്നിധ്യത്തിൽ ബന്ദിപ്പൂർ വനമേഖലയിൽ തുറന്നു വിടുമെന്നുമായിരുന്നു ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ രണ്ടാമത്തെ തീരുമാനം തന്നെയാണ് ആദ്യമേ കൈക്കൊണ്ടത്. മയക്കുവെടി വെച്ച് പിടികൂടി വനമേഖലയിൽ തുറന്നു വിടുന്നത് തന്നെയായിരിക്കും ഏറ്റവും ഉചിതമെന്ന് ആണ് നിലവിൽ ഫോറസ്റ്റും മനസ്സിലാക്കിയിരിക്കുന്നത്. സംസ്ഥാന പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആൻഡ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. നിലവിലെ സാഹചര്യത്തിൽ കാട്ടാനയെ തുരത്തുക എന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. അതുകൊണ്ടാണ് മയക്കുവെടി വെച്ച് പിടികൂടാമെന്നുള്ള ഒരു ശ്രമത്തിലേക്ക് അധികൃതർ കടന്നത്. ഉത്തരവ് ഇറങ്ങാൻ വൈകുന്നതിൽ വലിയ പ്രതിഷേധം നാട്ടുകാർ ഇന്ന് രാവിലെ ഉയർത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഉത്തരവ് ലഭിച്ചു. പിന്നാലെ തന്നെ കൃത്യമായ നടപടികളിലേക്ക് കടന്നു. നിലവിൽ വാഴത്തോട്ടത്തിൽ തന്നെയാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ആനയെ ഏതു വിധേനയും പുറത്തിറക്കാനായി കുങ്കിയാനകളായിട്ടുള്ള വിക്രം, സൂര്യ എന്നീ കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. 2ാം തവണ വെച്ച മയക്കുവെടിയാണ് കാട്ടാനയ്ക്ക് ഏറ്റത്. വെടിയേറ്റ കൊമ്പൻ വളരെ ശാന്തനായി തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇതുവരെ പ്രശ്നങ്ങളൊന്നും തന്നെ വലുതായി സൃഷ്ടിച്ചിട്ടില്ല. ജനങ്ങളെ പരിഭ്രാന്തരാക്കി എന്നുള്ളതാണ് ഏറെ വിഷമിപ്പിക്കുന്ന മറ്റൊരു സംഭവം. ആനയെ ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. 15ാം തവണ പടക്കം പിടിച്ച ശേഷമാണ് മയക്കുവെടി വയ്ക്കാനുള്ള ഒരു തുറസായ സ്ഥലത്തേക്ക് ആനയെ പുറത്തിറക്കാൻ കഴിഞ്ഞത്. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് നഗരത്തിൽ നിന്നും 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള കണിയാരത്തും പായോടും ഒറ്റയാനെത്തിയത്. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങിയത്. എന്നാൽ ആന ഒരു തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിച്ചിട്ടില്ല, എങ്ങും നാശനഷ്ടമൊന്നും തന്നെ വരുത്തിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രദേശവാസികൾ ആനയെ കണ്ടു. ശേഷം ആനയാകട്ടെ പുഴ നീന്തിക്കിടന്ന് മാനന്തവാടി താഴേങ്ങാടി ഭാഗത്തേക്കെത്തി. ന്യൂമാൻസ് കോളേജ്, NGO ക്വാർട്ടേഴ്സ്, മിനി സിവിൽ സ്റ്റേഷൻ, കോടതി, സബ് ട്രഷറി, വനംവകുപ്പ് വിശ്രമ കേന്ദ്രം എന്നിവയ്ക്ക് സമീപത്തു കൂടി ആന പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. രാവിലെ 8 മണിയോടെ മാനന്തവാടി ട്രാഫിക് പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയതായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ആനയെ കൂട്ടിലടയ്ക്കാനായി പോകുന്നത്.